എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കാരൂരിൻ്റെ മരപ്പാവകൾ എന്ന കഥ പറഞ്ഞു തരാം. ഇത് ഒരു സെൻസസുമായി ബന്ധപ്പെടുത്തി എഴുതിയിട്ടുള്ള കഥയാണ്. ഇപ്പോൾ ഗവൺമെൻറ് വീണ്ടും സെൻസസ് എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആളുകളുടെയും വീടുകളുടെയൊക്കെ ജനസംഖ്യയുടെയൊക്കെ കണക്ക് എടുക്കുക, അതാണ് ഈ സെൻസസ് എടുക്കുക എന്ന് പറഞ്ഞാൽ. 1963 എഴുതിയ കഥയാണ്. ഒരു ജനസംഖ്യാ കണക്കെടുപ്പുമായി ബന്ധപ്പെടുത്തിയാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. ഇത് ഒരു ചോദ്യവും ഉത്തരം, അങ്ങനെയാണ് ഈ കഥയുടെ ഇതള് വിടരുന്നത്. കഥ ഒന്ന് കേട്ടു നോക്കാം. കഥയുടെ പേര് മരപ്പാവകൾ. 312 ആശാരിപ്പറമ്പ്. ഇതും പറഞ്ഞ് എന്യൂമറേറ്റർ ആ വീട്ടിലേക്ക് കയറി വന്നു. എന്നിട്ട് അയാൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു, ഇവിടെ ആരുമില്ലേ? അത് കേട്ട് ആ കുടിലിൻ്റെ മറ നീക്കിയിട്ട് ഒരു യുവതി കടന്നു വന്നു. അയാൾ ചോദിച്ചു, ഇത് ഉമ്മിണിപ്പിള്ളയുടെ വീടാണോ? ഉമ്മിണിപ്പിള്ള? അവൾ പറഞ്ഞു, അമ്മയാണ്. അമ്മ തഴ അരിയാൻ പോയിരിക്കുന്നു, ആങ്ങള പണിക്കും പോയിരിക്കുന്നു. ഉമ്മിണിപ്പിള്ള ആണോ പെണ്ണോ? അവൾ ഒരു പരിഹാസ ചിരി ചിരിച്ചിട്ട് പറഞ്ഞു, അമ്മയും ഞാനും പെണ്ണുങ്ങളാ, ആങ്ങള ആണും. അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ഉമ്മിണിപ്പിള്ള വിധവയാണ്. അവൾ പറഞ്ഞു, ഇപ്പോൾ ഉമ്മിണിപ്പിള്ള വിധവയാണ്. ഉമ്മിണിപ്പിള്ളയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം ആങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളും എഴുതി. അതിനുശേഷം അയാൾ അവളോട് ചോദിച്ചു, നിങ്ങളുടെ പേര്? എൻ്റെ പേര് നളിനി. വയസ്സ്? കണ്ടിട്ടെന്ത് തോന്നുന്നു? അയാൾ പറഞ്ഞു, എനിക്കൊന്നും തോന്നുന്നില്ല. അവൾ ഒരു ലജ്ജ കലർന്ന ചിരി ചിരിച്ചിട്ട് പറഞ്ഞു, 23. വിവാഹിതയാണോ? അതെ. ഭർത്താവ്? 13ാം മൈലിൽ പോയില്ലേ? അയാൾ പറഞ്ഞു, അവിടെ കണക്കെടുക്കുന്നത് വേറെ ആളാണ്. അപ്പോൾ ഭർത്താവ് ഉണ്ടെന്നോ ഇല്ലെന്നോ എഴുതിക്കോളൂ. ഭർത്താവ് ഉണ്ടെന്ന് എഴുതിയാലും ഇല്ലെന്ന് എഴുതിയാലും വേറെ വേറെ അർത്ഥങ്ങളാണ്. എങ്കിൽ ഉണ്ട് എന്ന് അധികം തെളിയാതെ എഴുതിക്കോളൂ. അതെന്താ, വിവാഹം കഴിഞ്ഞിട്ടില്ലേ? പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. എങ്കിൽ എഴുതേണ്ടത് അവിവാഹിത എന്നാണ്. അതല്ല, വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭർത്താവ് നിങ്ങൾ ഉപേക്ഷിച്ചുവോ? ഉപേക്ഷിച്ചു എന്ന് പറയാൻ പറ്റില്ല. അയാൾ എല്ലാ ആഴ്ചയും ഒരു ദൂതനെ വിടും. എങ്കിൽ ഉപേക്ഷിച്ചത് നിങ്ങളായിരിക്കും. ഞാൻ ആദ്യം അപേക്ഷിക്കാനും പിന്നെ ഉപേക്ഷിക്കാനും പോയിട്ടില്ല. എങ്കിൽ ഭർത്താവ് ഉണ്ട് എന്ന് എഴുതാം. അതാ നല്ലത്. നല്ലതും ചീത്തയും എഴുതാനുള്ള പുസ്തകമല്ല ഇത്. ഇത് കാര്യങ്ങൾ എഴുതാനുള്ളതാണ്. പ്രസവിച്ചതാണോ? ആണും പ്രസവിച്ചിട്ടില്ല, പെണ്ണും പ്രസവിച്ചിട്ടില്ല. ഛിദ്രമുണ്ടായിട്ടുണ്ടോ? ഛിദ്രമുണ്ടായിട്ടുണ്ടോ എന്നോ? എന്നും ഛിദ്രമായിരുന്നു. എന്നും ഛിദ്രമോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അതല്ലേ ഞാൻ 6 മാസം തികയുന്നതിന് മുന്നേ ഇങ്ങോട്ട് പോന്നത്. ഗർഭഛിദ്രം, അലസൽ, അതുണ്ടായിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തൊക്കെ പോക്കണം കേടാ ചോദിച്ചറിയുന്നത്. ആങ്ങളച്ചെറുക്കൻ ഇല്ലാഞ്ഞത് നന്നായി. ആങ്ങളച്ചെറുക്കനല്ല, വല്യമ്മാവനുണ്ടായാലും ഞാൻ ചോദിക്കാനുള്ളതെല്ലാം ചോദിക്കും. നിങ്ങൾ പറയുകയും വേണം. ഞാനതെല്ലാം ഇവിടെ രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്യും, രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യും. അതല്ല, ആങ്ങളച്ചെറുക്കനുണ്ടെങ്കിൽ എനിക്ക് ലജ്ജ വരുമായിരുന്നു. എങ്കിൽ പറയൂ. ഇല്ല. എന്തില്ല എന്ന്? പറയില്ല എന്നോ? അല്ല, നേരത്തെ പറഞ്ഞില്ലേ, അലസൽ, അതുണ്ടായിട്ടില്ല. വരുമാനം? ആങ്ങളച്ചെറുക്കന് 3 രൂപയാ തച്ച്. ആങ്ങളച്ചെറുക്കൻ്റെ കാര്യമല്ല, നിങ്ങളുടേത്. ഞാൻ പണിക്ക് പോകുന്നില്ല. എങ്കിൽ നിങ്ങൾ മറ്റൊരാളെ ആശ്രയിച്ച് കഴിയുന്നു. ആര് പറഞ്ഞു ഞാൻ മറ്റൊരാളെ ആശ്രയിച്ചു കഴിയുന്നു എന്ന്? ആ കാത്തയായിരിക്കും. അവളുടെ കുറേ കാര്യം എനിക്കും പറയാനുണ്ട്. കാത്തയോ? കാത്ത എന്തു പറഞ്ഞെന്ന്? ഇതെന്താ, കച്ചേരിയിലെ പോലെയാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ കച്ചേരിയിലും കയറിയിട്ടുണ്ട് അല്ലേ? ഉണ്ട്. അതിനും ആ ദ്രോഹി ഇടവരുത്തി.
അയാളുടെ ഭർത്താവ് ഇല്ല എന്ന് തന്നെ എഴുതിക്കോളൂ. അപ്പോൾ തൊഴിലോ എന്തൊക്കെ എഴുതണം പറഞ്ഞോളൂ, ഞാൻ എഴുതിക്കൊള്ളാം. ഒരു വീട്ടിൽ എന്തെല്ലാം തൊഴിലുകളുണ്ട്? മാസം ഒരു 15 രൂപ വരുമാനം എന്ന് എഴുതാം. ഈ വീട്ടിൽ കഞ്ഞി വയ്ക്കുന്നത് ഞാനാണ്. ഈ ഉമ്മറം ഇങ്ങനെ ചാണകം മെഴുകിയത് ഞാനാണ്. ചാണകം മെഴുകിയത് നന്നായിട്ടുണ്ട്, നല്ല കണ്ണാടി പോലെ ഇരിക്കുന്നുണ്ട്. എൻ്റെ കവിളും കണ്ണാടി പോലെയാണെന്ന് എൻ്റെ പണിക്കൻ, എൻ്റെ ആരുമല്ല അവൾ പറഞ്ഞു. വീട്ടിൽ വരുന്നവരോട് മര്യാദ വേണമല്ലോ. ഞാൻ എന്ത് മര്യാദക്കേടാ കാണിച്ചത്? അല്ല, ഞാൻ ഇതും പറഞ്ഞ് അവൾ അകത്തു പോയി മുറുക്കാൻ കൊണ്ടുവന്നു. വെറ്റില, ചുണ്ണാമ്പ്, അടയ്ക്ക ഇതെല്ലാം അയാൾക്ക് മുറുക്കാൻ കൊടുത്തു. അയാൾ ആ ഉമ്മറത്ത് ആ ബെഞ്ചിലിരുന്ന് ആ മുറുക്കാൻ തുടങ്ങി. അപ്പോൾ അവൾ അകത്തു പോയിട്ട് 3 മരപ്പാവകളെ കൊണ്ടുവന്നു, 3 സ്ത്രീ രൂപങ്ങൾ. എന്നിട്ട് അയാൾക്ക് കാണിച്ചു കൊടുത്തു. ഇതാണ് എൻ്റെ തൊഴിൽ എന്ന് പറയുകയായിരുന്നു. അയാൾ ആ 3 സ്ത്രീ രൂപങ്ങളെ മേടിച്ചു നോക്കി. നല്ല സൗന്ദര്യമൊത്ത 3 സ്ത്രീ രൂപങ്ങൾ. അയാൾ പറഞ്ഞു, 4ഉം ഒന്നുപോലെ ഇരിക്കുന്നു, അതാണ് അത്ഭുതം. അവൾ പറഞ്ഞു, 3 കണ്ടിട്ട് 4 തോന്നിയതാണ് അത്ഭുതം. അതെന്താ 3 കണ്ടിട്ട് 4 പറഞ്ഞത്? ജീവനുള്ള ഇല്ലാത്ത 3ഉം ജീവനുള്ള 1ഉം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തവയെ പോലെ തന്നെ ജീവനുള്ളവയും. ഇതും പറഞ്ഞ് അവൾ വീണ്ടും അകത്തു പോയി ഒരു ശ്രീകൃഷ്ണ രൂപം കൊണ്ടുവന്നു. അയാൾ ചോദിച്ചു, ഇതെന്താ കംസവധത്തിലെ ശ്രീകൃഷ്ണനാണോ? അവൾ പറഞ്ഞു, ആദ്യം നല്ല ശ്രീകൃഷ്ണ രൂപമാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. 19 ശ്രീകൃഷ്ണ രൂപം ഞാൻ ഒരു ദിവസം ഉണ്ടാക്കുമായിരുന്നു. 3-4 അണ വെച്ച് കിട്ടുകയും ചെയ്യുമായിരുന്നു. പിന്നെ ശ്രീകൃഷ്ണ രൂപം ഉണ്ടാക്കുമ്പോൾ എനിക്ക് അയാളെ ഓർമ്മ വരും. അപ്പോൾ ശ്രീകൃഷ്ണ രൂപത്തിൻ്റെ ഭാവമെല്ലാം മാറി പിന്നെ ശ്രീകൃഷ്ണ രൂപം വിൽക്കാൻ പറ്റാതെയായി. അപ്പോൾ ഞാൻ ശ്രീപാർവതിയെ ഉണ്ടാക്കാൻ തുടങ്ങി. ശ്രീപാർവതി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ രൂപം ഉണ്ടാക്കി. സിനിമയിലും കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലാതെ ശ്രീപാർവതിയെ കണ്ടിട്ടല്ല. എന്നിട്ട് ശ്രീപാർവതി എന്ന് പേരിട്ടിട്ട് ഞാൻ അവ വിൽക്കാൻ തുടങ്ങി. ശ്രീപാർവതിയും നിങ്ങളും സമം. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അതെന്താ എന്നെ കണ്ടിട്ട് അങ്ങനെ? രണ്ടും ഒന്നുപോലെ ഇരിക്കുന്നു. ആദ്യം അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഞാൻ ആദ്യം കണ്ണാടിയിൽ നോക്കി എൻ്റെ തന്നെ ഒരു രൂപം ഉണ്ടാക്കി. പിന്നെ ആ രൂപം വെച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ ഇങ്ങനെ രൂപം ഉണ്ടാക്കി വിറ്റാൽ ചിലവഴിയും, അതെനിക്കും അറിയാം. പിന്നെ ഞാൻ എൻ്റെ തന്നെ രൂപമുണ്ടാക്കി വിൽക്കുന്നു എന്നായി. ആ കാത്ത നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ളവരുടെയൊക്കെ പരാതി. അങ്ങനെ ഞാനിത് നിർത്തി. എൻ്റെ തൊഴിൽ ഇതായിരുന്നു എന്ന് ഞാൻ പറയുകയാണ്. അയാൾ പറഞ്ഞു, എങ്കിൽ ശില്പവൃത്തി എന്ന് ഞാൻ എഴുതാം. നിങ്ങൾക്ക് ഈ രൂപങ്ങൾ ഉണ്ടാക്കി വിറ്റുകൂടെ? വിൽക്കാറില്ലേ ഇപ്പോൾ? ഞാനിത് ചുട്ട് കളയാറില്ല, തിന്നാറുമില്ല. പകലെ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഇപ്പോഴും ഉണ്ടാക്കുന്നു. ഇത് പറഞ്ഞ് അപ്പോൾ അയാൾ ചോദിച്ചു, അപ്പോൾ ഭർത്താവ്? അത് കഴിഞ്ഞില്ലേ? അയാൾ ഒരു കുടിയനായിരുന്നു. ദിവസവും പണിക്ക് പോയി കുടിച്ച് വഴിയിൽ കണ്ടവരോടൊക്കെ വഴക്കിട്ടൊരു പേപ്പട്ടിയെ പോലെയാണ് വീട്ടിലേക്ക് വരിക. പല ദിവസവും പോലീസ് സ്റ്റേഷനിലായിരുന്നു അയാൾ. ഒരു ദിവസം വല്യങ്ങൊന്ന് ചെറിയ ഏമാനെ പറഞ്ഞയച്ചു. എന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു, പണിക്കനെ ജാമ്യത്തിൽ ഇറക്കാൻ. ഞാൻ പറഞ്ഞു, നേരം വെളുത്തിട്ട് ഇറങ്ങി വന്നാൽ മതി. അപ്പോൾ പോലീസ് അങ്ങൊന്ന് പറഞ്ഞു, രാത്രി ആരെങ്കിലും ശല്യം ചെയ്തു എന്നും പറഞ്ഞ് പരാതിയുമായി വന്നേക്കരുത്. ഞാൻ പറഞ്ഞു, എൻ്റെ തലയണയുടെ ചുവട്ടിൽ നല്ല വീതുളിയുണ്ട്. എന്നെ ശല്യം ചെയ്യാൻ വരുന്നവരെ വീതുളി ഉത്തരം പറയും. അയാൾ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പണിക്കൻ ആടി വന്നു. നേരം വെളുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഈ വീട്ടിൽ നിന്നാലേ എൻ്റെ വീതുളി ചിലരോട് ചോദിക്കേണ്ടി വരും. അപ്പോൾ അയാൾ പറഞ്ഞു, പിന്നെ നിന്നെ ശല്യം ചെയ്താൽ എൻ്റെ കൈ വെറുതെ ഇരിക്കുമോ? ഞാൻ അതിന് ഒരു മറുപടിയും പറഞ്ഞില്ല. ഞാൻ അവിടെ നിന്ന് ബസ് കയറി ഇങ്ങോട്ട്
പോന്നു. അതും പറഞ്ഞ് അവൾ ഒരു ശ്രീപാർവതി രൂപം അയാൾക്ക് കൊടുത്തു. ഒരു രൗദ്രഭാവത്തിലുള്ള ശ്രീപാർവതി രൂപം. അയാളത് നോക്കി. എന്നിട്ട് അയാൾ അവിടെ ഒരു പേപ്പർ ആ ബെഞ്ചിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് നോക്കൂ. അവൾ നോക്കി. അയാൾ അവളെ വരച്ചിരിക്കുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര അത്ഭുതമായി. അവൾ നേരത്തെ കൊടുത്ത ആ രൗദ്രഭാവത്തിലുള്ള ശ്രീപാർവതി രൂപം ഇങ്ങോട്ട് മേടിച്ചു. എന്നിട്ട് മറ്റൊരു ശ്രീപാർവതി തപസ് ചെയ്യുന്ന രൂപം അയാൾക്ക് ഒരു കലാകാരന് എന്നതുപോലെ സമ്മാനിച്ചു. അയാൾ ആ സമ്മാനവും വാങ്ങി അടുത്ത വീട്ടിലേക്ക് പോയി. അപ്പോൾ അയാളുടെ മനസ്സിൽ ഒരു വീണ മീട്ടിയാൽ എന്നതുപോലെ സന്തോഷമായിരുന്നു. ഇതാണ് മരപ്പാവകൾ എന്ന കഥ.